രാവിലത്തെ ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ ഇടങ്ങണ്ണിട്ട് നോക്കുന്നത് എന്തിനാണെന്നറിയൂ? ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന വെള്ളക്കടല കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് ഒരു ഏലക്കായ, ഒരു കഷ്ണം പട്ട, 2 കരയാമ്പു, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോ കൂവോട്ടാന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും കുറെ നേരമായിട്ടും കൂവലൊന്നും കേൾക്കാത്തോണ്ട് എന്താ കൂവാത്തേന്ന് ആലോചിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അത് അവസാനം ഒരു തട്ടങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും കുക്കർ അങ്ങ് കൂവിയേട്ടാ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ എല്ലാവർക്കും സാധാരണ കടലനേലും ഇഷ്ടം വെള്ളക്കടലയാണ്. ചന മസാലയാണ് ഉണ്ടാക്കണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിക്ക് ലഞ്ചിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടാ. വെള്ളക്കടലയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് കേട്ടാ കാബൂളി ചെനാന്ന്. കുക്കറിന്റെ കൂവല് കേട്ടപ്പോ തന്നെ ഉണ്ണി എഴുന്നേറ്റ് വന്നിട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പാലപ്പവും കടലക്കറിയും മതിയെന്ന് പറഞ്ഞിട്ടാണ് അവൻ കുളിക്കാൻ പോയത്. ചന മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളക് ഇട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി ജീരകവും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നല്ലപോലെ വഴറ്റി അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം ഒക്കെ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടല വേവിക്കുന്ന ടൈമിൽ പട്ട, കരയാമ്പു, ഏലക്കായ ഇട്ടിരുന്നതുകൊണ്ട് അധികം ഗരം മസാലപ്പൊടി ഇടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. കടല വേവിച്ചതിന് ശേഷം കുറച്ച് കടല എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. കടല തിളച്ച് വരുമ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കടല സ്പൂൺ കൊണ്ട് ഉടച്ചാണ്ടാ ചേർത്ത് കൊടുത്തിരുന്നത്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് എനിക്ക് കടല ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു തന്നത്. കടല നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചന മസാലയ്ക്ക് ടേസ്റ്റ് കുറച്ചും കൂടി കൂട്ടാനായിട്ട് ഞാനൊരു കൂട്ടവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ഈ പലരും ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയന്റ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നാലും അറിയാത്തവർക്കായിട്ട് പറയുന്നതാണ്. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താലുണ്ടല്ലോ, ആഹാ, ഇതിന്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ വെള്ളക്കടല ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. കുറച്ച് ഉപ്പ് പോരാന്ന് തോന്നിയപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞാട്ടാ.